വെൽക്കം ടു IPL ന്യൂസ്. ഇന്നലത്തെ മാച്ച് അത്യുഗ്രനായിരുന്നു. ശരിക്കും ലക്നൌവിന്റെ ദിവസം എന്ന് വേണം പറയാൻ. ബൗളിംഗ് കൊണ്ടും ബാറ്റിംഗ് കൊണ്ടും ഹൈദരാബാദിനെ വരിഞ്ഞു കെട്ടുകയായിരുന്നു പന്തും പന്തിന്റെ ടീമും. അങ്ങനെ ആർക്കും എഴുതി തള്ളാവുന്നവരല്ല ഞങ്ങൾ, ശക്തരാണ് ഞങ്ങൾ എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ഇന്നലത്തെ മാച്ച്. ഇനി കളിയിലേക്ക് വന്നാൽ ടോസ് കിട്ടിയ പന്ത് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഹൈദരാബാദിനെ ഒരു ചെറിയ ടോട്ടലിൽ പിടിച്ചുകെട്ടുക എന്നത് അത്ര എളുപ്പമല്ല. ഒരു ഘട്ടത്തിൽ ഹെഡിന്റെയും നിതീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ ഒരു വൻ ടോട്ടലിലേക്ക് പോകാമായിരുന്ന ഹൈദരാബാദിനെ ഷർദുർ താക്കൂറിന്റെ അവിസ്മരണീയമായ ബൗളിംഗ് ആണ് ഈ ടോട്ടലിലേക്ക് അവരെ തളച്ചിട്ടത്. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരിക്കൽ താക്കൂറിനെ പറ്റി ഇങ്ങനെ വിശേഷിപ്പിച്ചു: അയാൾ ഒരു മജീഷ്യനാണ്, ഏത് നിമിഷവും കളി മാറ്റിമറിക്കാവുന്ന ഒരു പ്ലെയർ. രോഹിത് ശർമ്മ വിശേഷിപ്പിച്ച അതേ മാജിക് ആയിരുന്നു ഇന്നലെ താക്കൂർ പുറത്തെടുത്തത്. താക്കൂറിന്റെ ബൗളിംഗിൽ ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാർ നിലം പതിക്കുകയായിരുന്നു ഒന്നിനു പുറകെ ഒന്നായി. അവസാന ഓവറുകളിൽ കമിൻസ് ഒന്ന് ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും 191-9 എന്ന ടോട്ടലിൽ സൺറൈസേഴ്സ് അവസാനിച്ചു. ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊരുതാവുന്ന ഒരു മികച്ച ടോട്ടലാണ് 191. ബാറ്റിംഗ് പോലെ തന്നെ ഹൈദരാബാദിന്റെ ബൗളിംഗും ശക്തമാണ്. എന്നാൽ ലക്നൌവിന്റെ ബാറ്റ്സ്മാൻമാർ കളത്തിലിറങ്ങിയതോടെ ഹൈദരാബാദ് ആരാധകരുടെ മുഖം മങ്ങി. ഷോൺ മാഷിന്റെയും നിക്കോളാസ് പൂരന്റെയും ബാറ്റിംഗ് പവർ എന്താണെന്ന് ശരിക്കും അറിയുകയായിരുന്നു ഹൈദരാബാദ് ബൗളേഴ്സ്. പൂരന്റെ ഇന്നിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂരപ്പറമ്പിലെ വെടിക്കെട്ട് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. 6 സിക്സും 6 ബൗണ്ടറികളും ഉൾപ്പെടെ 26 പന്തിലാണ് പൂരൻ 70 റൺസ് അടിച്ചെടുത്തത്. പൂരന്റെ ഓരോ ഷോട്ടും അമ്പരപ്പോടെയാണ് പ്രേക്ഷകർ കണ്ടത്. അത്രമാത്രം മികച്ചതായിരുന്നു ഓരോ ഷോട്ടുകളും. ഈ സീസണിലെ ഏറ്റവും വേഗമേറിയ 50 18 ബോളിലാണ് പൂരൻ 50 റൺസ് അടിച്ചെടുത്തത്. മറുഭാഗത്ത് ഷോൺ മാഷും തന്റെ ഹാൻഡ് പവറിലൂടെ ആഞ്ഞടിച്ചപ്പോൾ മാർഷിന്റെ ഈ സീസണിലെ രണ്ടാമത്തെ 50യും സംഭവിച്ചു. ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്ന മനോഭാവത്തോടെയാണ് പന്തും കൂട്ടരും ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ഒടുവിൽ 16.1 ഓവറിൽ 191 എന്ന വിജയലക്ഷ്യം അവർ നേടിയെടുത്തു. പ്രേക്ഷകരെ അമ്പരിപ്പിച്ചത് 26 ബോളിൽ 70 റൺസ് എടുത്ത പൂരനല്ല പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നേരത്തെ പറഞ്ഞ മജീഷ്യനായ ഷർദൂർ താക്കൂറിനെയാണ്. 4 ഓവറിൽ 34 റൺസും 4 വിക്കറ്റുകളുമാണ് ഷർദൂർ താക്കൂർ എറിഞ്ഞിട്ടത്. ഇന്നത്തെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ചെന്നൈ സൂപ്പർ കിങ്സുമാണ് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. മികച്ച ഫോമിൽ നിൽക്കുന്ന കോഹ്ലിയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ധോണിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു മികച്ച പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യ കളി ജയിച്ച 2 ടീമുകളും ഇന്ന് മത്സരിക്കുമ്പോൾ വിജയം ആരുടെ ഭാഗത്തെന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും.